പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 22. പ്രധാന വാർത്തകൾ. ഗസ മുനമ്പിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് UN രക്ഷാസമിതിയിൽ കൊണ്ടുവന്ന പ്രമേയം വീറ്റോയുടെ ആവർത്തിച്ചുള്ള പ്രയോഗം മൂലം പരാജയപ്പെട്ടതിൽ ഒമാൻ വിദേശകാര്യ മന്ത്രാലയം കടുത്ത നിരാശയും ഖേദവും രേഖപ്പെടുത്തി. മേഖലയിൽ ഉടനടി വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന എല്ലാ നടപടികളും സുഗമമാക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോടും രക്ഷാസമിതിയോടും അഭ്യർത്ഥിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. UN രക്ഷാസമിതിയിൽ അറബ് രാജ്യങ്ങൾക്ക് വേണ്ടി അൾജീരിയ സമർപ്പിച്ച പ്രമേയത്തിനെതിരെ ചൊവ്വാഴ്ചയാണ് അമേരിക്ക വീറ്റോ പ്രയോഗിച്ചത്. സലാലയിലെ ന്യൂ സുൽത്താൻ ഖാബൂസ് ഹോസ്പിറ്റൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 60.5% ജോലികളും പൂർത്തിയായിട്ടുണ്ട്. ഘടനാപരമായ ജോലികൾ 98% കഴിഞ്ഞിട്ടുണ്ട്. 138 ദശലക്ഷം റിയാൽ ചെലവിൽ ഒരുങ്ങുന്ന പദ്ധതി 2025 പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 7 നിലകളിലായി 1 ലക്ഷം ചതുരശ്ര മീറ്ററിലാണ് ആശുപത്രിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 700 കിടക്കകൾ ഉണ്ടാകും. ആശുപത്രിയിൽ വിവിധ മെഡിക്കൽ സ്പെഷ്യാലിറ്റികളും ഒരുക്കും. 32 വകുപ്പുകളായിരിക്കും താഴത്തെ നിലയിൽ സജ്ജീകരിക്കുക. നീറ്റ് പരീക്ഷാ കേന്ദ്രം പുനഃസ്ഥാപിച്ച നടപടിയെ സ്വാഗതം ചെയ്യുകയാണെന്ന് OICC ഒമാൻ നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി നിയാസ് ചെണ്ടയാട് പ്രസ്താവനയിൽ പറഞ്ഞു. ഇതിനായി പ്രവർത്തിച്ച രക്ഷിതാക്കളടക്കമുള്ള കൂട്ടായ്മകൾക്ക് നന്ദി അറിയിക്കുകയാണ്. കേന്ദ്രം അനുവദിച്ചതോടെ പ്രവാസ ലോകത്തു നിന്ന് തന്നെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരമാണുണ്ടായിരിക്കുന്നത്. രക്ഷിതാക്കളുടെ കൂട്ടായ പ്രതിഷേധത്തിന്റെ ഫലം കൂടിയാണ് ഈ വിജയം. ആദ്യം മുതൽ അവസാനം വരെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി OICCയും രംഗത്തുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷം ഒമാനിൽ നിന്ന് ഹജ്ജിന് അർഹത നേടിയവർ 13,586 പേർ. 6,683 പുരുഷന്മാരും 6,903 സ്ത്രീകളും ഉൾപ്പെടെയാണിത്. ഇതിൽ ഏതാണ്ട് 32.3% പേർ 46 മുതൽ 60 വയസ്സിനിടയിലുള്ളവരും 42.4% പേർ 31 മുതൽ 45 വയസ്സിനും ഇടയിലുള്ളവരാണ്. 20% പേർ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. കഴിഞ്ഞ ദിവസം എൻഡോമെന്റ് മതകാര്യ മന്ത്രാലയം ഹജ്ജിന് യോഗ്യത നേടിയവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. മസ്കത്ത് KMCC ധർമ്മടം മണ്ഡലം കമ്മിറ്റി നിലവിൽ വന്നു. പ്രസിഡന്റായി സമീർ PT കാടാച്ചിറയെയും ജനറൽ സെക്രട്ടറിയായി മിദ്ലാജ് കോയോഡിനെയും യോഗം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. ഷാവുൽ ഹമീദ് പൊതുവാച്ചേരിയാണ് ട്രഷറർ. സീബ് മദ്രസയിൽ ചേർന്ന കൗൺസിൽ യോഗം കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി അഷ്റഫ് കിണവക്കൽ ഉദ്ഘാടനം ചെയ്തു. SKSSF മത്ര ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ സ്ഥാപക ദിനം ആചരിച്ചു. മത്ര ഇക്ര മദ്രസയിൽ നടന്ന പരിപാടി സക്കരിയ തളിപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു. റയീസ് അഞ്ചരക്കണ്ടി അധ്യക്ഷത വഹിച്ചു. അബ്ദുള്ള യമാനി മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. സൗദി അറേബ്യയുടെ സ്ഥാപക ദിനം വിപുലമായ പരിപാടികളോടെ വ്യാഴാഴ്ച ആഘോഷിക്കും. 1727 ഫെബ്രുവരി 22 ഇമാം മുഹമ്മദ് ബിൻ സഊദിന്റെ കൈകളാൽ സൗദി രാഷ്ട്രം സ്ഥാപിതമായതിന്റെ ഓർമ്മകൾ രാജ്യമെങ്ങും പുതുക്കുകയാണ്. ദേശീയാഘോഷവേളയിൽ രാജ്യനിവാസികൾ മുഴുവൻ രാജ്യത്തിന്റെ ഉറച്ച വേരുകളിലും ചരിത്രപരമായ ആഴത്തിലും അഭിമാനം കൊള്ളുകയാണ്. 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദറായിയെ തലസ്ഥാനമാക്കി ആദ്യത്തെ സൗദി രാഷ്ട്രം സ്ഥാപിതമായതു മുതൽ പൗരന്മാർക്ക് ഭരണാധികാരികളുമായി അടുത്ത ബന്ധമുണ്ട്. ഭരണഘടന ഖുർആനും പ്രവാചകചര്യയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒമാനിൽ നീറ്റ് പരീക്ഷാ കേന്ദ്രം പുനഃസ്ഥാപിച്ച നടപടി സ്വാഗതാർഹമാണെന്ന് കൈരളി ഒമാൻ പ്രസ്താവനയിൽ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടൽ തുടരുമെന്ന് പ്രവർത്തകരായ സുനിൽ കുമാർ, സുധി പത്മനാഭൻ, ഷാജി സെബാസ്റ്റ്യൻ, മനോജ് പെരിങ്ങേത്ത്, ബിജോയ് പാറാട്ട്, വിജയൻ കരുമാടി, മിഥുൻ മോഹൻ തുടങ്ങിയവർ അറിയിച്ചു. പരീക്ഷാ കേന്ദ്രം ഒഴിവാക്കിയതിനെതിരെ കൈരളി ഒമാന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾ ഇന്ത്യൻ അംബാസഡർക്കുൾപ്പെടെ നിവേദനം നൽകിയിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാവിയെ സാരമായി ബാധിക്കുന്ന തീരുമാനത്തിൽ നിന്നും പിന്തിരിയണമെന്നും ഒമാനിലെ നീറ്റ് പരീക്ഷാ കേന്ദ്രം ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും ചർച്ചയിൽ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ കൈരളി ഒമാൻ പ്രവർത്തകർ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളെ വിഷയത്തിൽ ഇടപെടുവിച്ചിരുന്നു.
രക്ഷിതാക്കളുടെ പ്രതിഷേധം ഫലം കണ്ടു. തീരുമാനം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ആശ്വാസം നൽകുന്നതാണെന്ന് മസ്കത്ത് KMCC കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് അഹമ്മദ് റഹീസ് പറഞ്ഞു. വിഷയത്തിൽ ഒമാനിലേതുൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ പ്രവാസി രക്ഷിതാക്കൾ നടത്തിയ പ്രതിഷേധങ്ങൾ ഫലം കണ്ടു. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരവും ആത്മവിശ്വാസവും തീരുമാനത്തിലൂടെ ലഭിക്കും. നിലവിൽ സലാലയിലുള്ള പ്രവാസി വിദ്യാർത്ഥികൾ 1000-ലധികം കിലോമീറ്റർ താണ്ടി വേണം മസ്കത്തിൽ പരീക്ഷയ്ക്കായി എത്താൻ. വരും വർഷങ്ങളിൽ സലാലയിൽ കൂടി നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്നും വിദേശ രാജ്യങ്ങളിൽ അനുവദിച്ചിട്ടുള്ള കേന്ദ്രങ്ങൾ നിലനിർത്താൻ NTA തയ്യാറാകണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ സ്കൂൾ ദാർസെത്തിലെ രക്ഷിതാക്കളുടെ ഓപ്പൺ ഫോറം വ്യാഴാഴ്ച സീനിയർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാത്രി 7 മണിക്ക് തുടങ്ങും. ഏറെ കാലത്തിനു ശേഷമാണ് സ്കൂളിൽ ഓപ്പൺ ഫോറം നടക്കുന്നത്. ഉന്നയിക്കാനുള്ള പരാതികളും ആശങ്കകളും നിർദ്ദേശങ്ങളും മുൻകൂട്ടി രക്ഷിതാക്കളിൽ നിന്നും ക്ഷണിച്ചിരുന്നു. ഫെബ്രുവരി 15 ആയിരുന്നു ചോദ്യങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇന്ത്യൻ സ്കൂൾ ദാർസെത്തിലെ രക്ഷിതാക്കളുടെ ഓപ്പൺ ഫോറം വ്യാഴാഴ്ച സീനിയർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാത്രി 7 മണിക്ക് തുടങ്ങും. ഏറെ കാലത്തിനു ശേഷമാണ് സ്കൂളിൽ ഓപ്പൺ ഫോറം നടക്കുന്നത്. ഉന്നയിക്കാനുള്ള പരാതികളും ആശങ്കകളും നിർദ്ദേശങ്ങളും മുൻകൂട്ടി രക്ഷിതാക്കളിൽ നിന്നും ക്ഷണിച്ചിരുന്നു. ഫെബ്രുവരി 15 ആയിരുന്നു ചോദ്യങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി. മസ്കത്തിനും റിയാദിനുമിടയിലുള്ള ബസ് സർവീസിന് വ്യാഴാഴ്ച തുടക്കമായി. ഒമാനെയും സൗദിയെയും ബന്ധിപ്പിച്ച് MT ക്വാർട്ടർ മരുഭൂമിയിലൂടെയാണ് സ്വകാര്യ ട്രാൻസ്പോർട്ട് കമ്പനിയായ അൽ ഖഞ്ചരി സർവീസ് നടത്തുന്നത്. ദിവസവും രാവിലെ 6-ന് മസ്കത്തിൽ നിന്ന് പുറപ്പെടുന്ന ബസ് വൈകുന്നേരം 5-ന് റിയാദിലെ അസീസിയ ഏരിയയിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഇമിഗ്രേഷൻ നടപടികൾ മറ്റും പൂർത്തിയാക്കുന്നതടക്കം യാത്രയ്ക്ക് ഏകദേശം 18 മുതൽ 20 മണിക്കൂർ വരെ എടുക്കുമെന്ന് അൽ ഖഞ്ചാരി ട്രാൻസ്പോർട്ട് ഉടമ റാഷിദ് അൽ ഖഞ്ചരി പറഞ്ഞു. ഒമാനിൽ റൂവി, നിസ്, ഇബ്രി എന്നിങ്ങനെ 3 സ്റ്റോപ്പുകളാണ് ഉണ്ടാവുക. പ്രമോഷണൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു മാസം വൺ വേക്ക് 25 ഒമാൻ റിയാലായിരിക്കും ഈടാക്കുക. ഇതിനുശേഷം 35 റിയാലായിരിക്കും നിരക്ക്. ബസ്സിൽ കുറഞ്ഞത് 25 യാത്രക്കാരെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് സൗദി അധികൃതർ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. 2 ഡ്രൈവർമാരെ ഉപയോഗപ്പെടുത്തിയാണ് സർവീസ് നടത്തുകയെന്നും അധികൃതർ അറിയിച്ചു. ന്യൂമോണിയ ബാധിച്ച് 3 ആഴ്ചയായി ഹോസ്പിറ്റലിൽ ചികിത്സയിലിരുന്ന സൂർ ഇന്ത്യൻ സ്കൂൾ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനി സഫ്വ സമീർ ഒമാനിലെ സൂറിൽ മരിച്ചു. ആലപ്പുഴ ജില്ലയിലെ ഓച്ചിറ വള്ളിക്കുന്നം സ്വദേശിയും കിംജി രാംദാസ് ജീവനക്കാരനും സൂർ OICC ജനറൽ സെക്രട്ടറിയുമായ സമീറിന്റെ മകളാണ്. ഖബറടക്കം സൂറിൽ നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ICF സംഘടിപ്പിക്കുന്ന മാനവ വികസന വർഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആഗോള സ്നേഹസഞ്ചാരം സലാലയിൽ സമാപിച്ചു. നല്ല ലോകം നല്ല നാളെ എന്ന പ്രമേയത്തിൽ നടന്ന സഞ്ചാരം സലാല ഹംദാൻ പ്ലാസ ഓഡിറ്റോറിയത്തിലാണ് സമാപിച്ചത്. കഴിഞ്ഞ ഡിസംബറിൽ മദീനയിൽ നിന്നാണ് സഞ്ചാരം ആരംഭിച്ചത്. സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത് എന്നിവിടങ്ങളിലും ഒമാന്റെ വിവിധ കേന്ദ്രങ്ങളിലൂടെയും സഞ്ചാരം കടന്നുപോയിരുന്നു. സമാപന പരിപാടിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉപാധ്യക്ഷനും മർക്കസ് പ്രസിഡന്റുമായ സയ്യിദ് അലി ബാഖഫി തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. വായനയുടെ വസന്തം വിരിയിച്ച് മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 28ാമത് പതിപ്പിന് ഉജ്ജ്വല തുടക്കം. ഇനിയുള്ള 10 നാളുകൾ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ അക്ഷരപ്രേമികളെ കൊണ്ട് നിറയും. രാവിലെ 10 മുതൽ രാത്രി 10 വരെയായിരിക്കും പ്രവേശനം. വെള്ളി, ശനി ഒഴികെയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണി വരെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായിരിക്കും മുൻഗണന. എൻഡോവ്മെന്റ് മതകാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് സയ്യിദ് അൽ മഅ്മരിയുടെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. മാർച്ച് 2 വരെ നടക്കുന്ന മേളയിൽ 34 രാജ്യങ്ങളിൽ നിന്നായി 847 പ്രസാധക സ്ഥാപനങ്ങളാണ് പങ്കെടുക്കുന്നത്. ദാഹിറയാണ് ഈ വർഷത്തെ അതിഥി ഗവർണറേറ്റ്. ദാഹിറയുടെ ഭൗതിക സാംസ്കാരിക ചരിത്രം പ്രദർശിപ്പിക്കുന്നതിന് പ്രത്യേക പവിലിയനും പരിപാടികളും വരും ദിവസങ്ങളിൽ അരങ്ങേറും. മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് കേന്ദ്രം പുനഃസ്ഥാപിച്ചുള്ള ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി തീരുമാനം ഒമാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശ്വാസം പകരുന്നതായി. ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഒമാനടക്കമുള്ള 6 ഗൾഫ് രാജ്യങ്ങളിലായി 8 കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് പുറത്ത്
14 നഗരങ്ങളിൽ പരീക്ഷ നടക്കുമെന്ന് NTA എക്സ് പ്ലാറ്റ്ഫോം വഴി കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ഒമാനിലെ നീറ്റ് പരീക്ഷാ കേന്ദ്രം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ മസ്കത്തിലെ ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗിന് നിവേദനം നൽകിയിരുന്നു. ഇതിനു പുറമെ വെള്ളിയാഴ്ച നടന്ന ഓപ്പൺ ഫോറത്തിൽ വിവിധ പ്രവാസി കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും രക്ഷിതാക്കൾ നീറ്റ് പരീക്ഷാ കേന്ദ്രം പുനഃസ്ഥാപിക്കേണ്ട ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏറെക്കാലത്തെ മുറവിളിക്കൊടുവിൽ 2022 ഒമാനിൽ ആദ്യമായിട്ട് പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നത്. മസ്കത്ത് ഇന്ത്യൻ സ്കൂളായിരുന്നു പരീക്ഷാ കേന്ദ്രം. കഴിഞ്ഞ 2 വർഷങ്ങളിലായി 400-ലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഈ വർഷം കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ഒരുങ്ങവെയാണ് അപ്രതീക്ഷിതമായി കേന്ദ്രം എടുത്തുകളയുന്നത്. ഇതോടെ ഒമാനടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ പോയി പരീക്ഷ എഴുതേണ്ട സ്ഥിതിയായിരുന്നു ആഗതമായിരുന്നത്. ഇതേ തുടർന്ന് ഈ വർഷം പരീക്ഷ എഴുതുന്നില്ലെന്ന് പല വിദ്യാർത്ഥികളും തീരുമാനമെടുത്തിരുന്നു. എന്നാൽ കേന്ദ്രം അനുവദിച്ചതോടെ ഇവരിൽ പലരും മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രവാസികളിൽ അധികവും സാധാരണക്കാരായ ആളുകളാണ്. ദൈനംദിന ചെലവുകൾക്കൊപ്പം വളരെ പ്രയാസപ്പെട്ടാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നടത്തുന്നത്. വിമാനനിരക്കും മറ്റ് ചെലവുകളും ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാട്ടിൽ പോയി പരീക്ഷ എഴുതൽ കൂടുതൽ സാമ്പത്തിക പ്രയാസങ്ങൾ വരുത്തിവെക്കുമെന്നതുമായിരുന്നു രക്ഷിതാക്കൾ അംബാസഡർക്ക് മുന്നിൽ പറഞ്ഞിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്രം പുനഃസ്ഥാപിച്ചു കിട്ടിയത് സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.